നമസ്കാരം. ഇന്ന് അതീവ പ്രാധാന്യമുള്ള സൂര്യഗ്രഹണമാണ്. മഹാസൂര്യഗ്രഹണമാകുന്നു. 150 വർഷങ്ങൾക്ക് ശേഷം വന്ന് ഭവിക്കുന്നതായ ഒരു സൂര്യഗ്രഹണം. അതിനാൽ തന്നെ ഇന്നേ ദിവസത്തെ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ജ്യോതിഷപരമായും ചില കാര്യങ്ങൾ നാം നോക്കേണ്ടതായിട്ടുണ്ട്. ജ്യോതിഷപരമായി ഇന്നേ ദിവസം ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ദോഷകരമാണ്. ഈ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ മക്കളുണ്ട് എങ്കിൽ അവർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം രാത്രിയാണ് സൂര്യഗ്രഹണം. എന്നിരുന്നാൽ പോലും അത് ഇന്ത്യയിൽ ദൃശ്യമാകുന്നില്ല. എന്നിരുന്നാൽ പോലും ഗ്രഹങ്ങളുടെ അധിപനായ സൂര്യനുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം പകൽ സമയങ്ങളിലും ഈ കാര്യം, സൂര്യഗ്രഹണ ദിവസം പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ വളരെയധികം ശ്രദ്ധ ഇന്ന് പുലർത്തേണ്ടത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം അമ്മമാർ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത് എന്ന കാര്യവും ഓർക്കുക. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇന്നേ ദിവസം വിശേഷാൽ ഗ്രഹണ പൂജകളുണ്ട്, ശിവപൂജകളുണ്ട്. ഈ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഇന്നേ ദിവസം അത്ര ശുഭകരമല്ല എന്നതാണ് വാസ്തവം. പല രീതിയിലുള്ള അപകട സാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ നഷ്ടം സംഭവിക്കാനും അതേപോലെ തന്നെ വാക്ക് തർക്കങ്ങൾ മൂലം ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കാനും കാര്യങ്ങൾ അനുകൂലമാകാതിരിക്കുക, അത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങളാണ് ഇവരെ തേടി വരിക. അതിനാൽ തന്നെ ഇവർ വളരെയധികം പ്രയാസങ്ങൾ ഇന്നേ ദിവസം അനുഭവിക്കേണ്ടതായി വരാം. മനസ്സിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും അതിവർ തെറ്റായ രീതിയിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ വന്നു ചേരാം. അതിനാൽ തന്നെ ഇന്നേ ദിവസം മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യം ഓർക്കുക. ഈ നക്ഷത്രക്കാരായ മക്കളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ, അതായത് ചിത്തിര നക്ഷത്രക്കാരായ മക്കളുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം കൊടുത്തു വിടുന്നതും തുളസിയില കൊടുത്തു വിടുന്നതും, അതേപോലെ തന്നെ ഇന്നേ ദിവസം അവർ തിരിച്ച് വീടുകളിലേക്ക് വരുമ്പോൾ അവരോട് കൈയും കാലും മുഖവും കഴുകി ശിവ 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 എന്ന് 3 തവണ ഉരുവിട്ടതിന് ശേഷം വീടുകളിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യേകം പറയുക. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നേ ദിവസം മഞ്ഞൾ കൊടുത്തുവിടുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരായ വ്യക്തികളും ഇന്നേ ദിവസം വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട സമയമാണ്. അപകടങ്ങൾ ഇങ്ങോട്ട് പോലും തേടിയെത്തുന്നതായ സമയം എന്ന് പറയാം. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഇന്നേ ദിവസം വൈകുന്നേരമാണ് എങ്കിൽ പോലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഇവർ കയ്യിൽ ഉപ്പ് കരുതുന്നതും അതല്ല മഞ്ഞൾ കരുതുന്നതും ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മം കൊണ്ടുപോകുന്നതും തുളസിയില കയ്യിൽ കരുതുന്നതും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഇന്നേ ദിവസം മക്കൾക്കായി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഇന്നേ ദിവസം ജപിക്കുക. കൂടാതെ ലളിത സഹസ്രനാമം കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം അപ്രത്യക്ഷമായി തർക്കങ്ങൾ വന്നു ചേരുക, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക, ജോലി നഷ്ടമാകുന്നതിന് കാരണമായ കാര്യങ്ങൾ സംഭവിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം ഇവർ തിരിച്ച് വീടുകളിൽ വരുമ്പോൾ കൈയും കാലും മുഖവും കഴുകി പ്രവേശിക്കുവാനും ശിവ 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 എന്ന് 3 തവണ ഉരുവിടുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്കും ശുഭകരമല്ലാത്ത ദിവസമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പല രീതിയിൽ ധനനഷ്ടം സംഭവിക്കുക, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുക, പല രീതിയിലുള്ള ദുഃഖവാർത്തകൾ കേൾക്കേണ്ടതായി വരിക,
ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ ഇരട്ടിക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കുറയുക, ടെൻഷനുകൾ വർദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ചില ദുരിതപൂർണമായ കാര്യങ്ങൾ വന്നു ചേരുക. അത്തരത്തിൽ നിങ്ങൾക്ക് ശുഭകരമല്ലാത്ത പല കാര്യങ്ങളും ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഇന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും ഓം സൂര്യായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും അതീവ ശുഭകരമാണ്. ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം അമ്മമാർ ജപിക്കുന്നതും മക്കൾക്ക് വേണ്ടി ജപിക്കുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മമാർ ഇന്നേ ദിവസം പ്രത്യേകിച്ചും തുളസിയിലയും മഞ്ഞളും ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മവും കൊടുത്തു വിടുന്നത് ശുഭകരമാണ്. ഇന്നേ ദിവസം വീടുകളിൽ നിന്നൊക്കെ മടങ്ങി വരുമ്പോൾ തീർച്ചയായും ശിവ 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 എന്ന് 3 തവണ ഉരുവിടുന്നതും കൈയും കാലും മുഖവും കഴുകി വീടിനകത്ത് പ്രവേശിക്കുന്നതും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ ദിവസമല്ല എന്ന് തന്നെയാണ്. കാരണം പല രീതിയിലുള്ള അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതായ ദിവസം. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാം. തൊഴിൽ നഷ്ടപ്പെടുന്നതിന് തുല്യമായ കാര്യങ്ങൾ വന്നു ചേരാം. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ കാര്യങ്ങൾ വന്നു ചേരുവാനും ഭവിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ ഭവിക്കണം എന്നില്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള വിജയങ്ങൾ ഇന്നേ ദിവസം നൽകണം എന്നില്ല. ഇന്ന് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ 108 തവണ ജപിക്കുന്നതും ഓം സൂര്യായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നതും ശുഭകരമാണ്. മക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അമ്മമാർക്കും ജപിക്കാവുന്നതാണ്. ഇന്ന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അമ്മമാർക്കാണ് എങ്കിലും ദർശനം നടത്താം. കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം, തുളസി കൂടാതെ മഞ്ഞൾ കൊടുത്തു വിടുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ ഇന്നേ ദിവസം വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈയും കാലും മുഖവും കഴുകി ശിവ 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 എന്ന 3 തവണ ഉരുവിട്ട് വീടുകളിൽ പ്രവേശിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഇവർക്ക് ശുഭകരമല്ല എന്നതാണ് വാസ്തവം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ധനനഷ്ടം, വാഹനാപകടം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. കൂടാതെ ഇന്നേ ദിവസം തൊഴിൽ നഷ്ടമാകുന്നതിന് തുല്യമായ കാര്യങ്ങൾ സംഭവിക്കാം. ശരിയായ രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കണം എന്നില്ല. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനനഷ്ടം സംഭവിക്കാവുന്ന പല കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ് വിചാരിച്ചതുപോലെ ഇന്നേ ദിവസം മുൻപോട്ട് പോകണം എന്നില്ല. അല്ലെങ്കിൽ ടെൻഷനുകൾ ഇന്നേ ദിവസം വളരെയധികം വർദ്ധിക്കാം. ഈ കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. മക്കൾക്ക് വേണ്ടി അമ്മമാർക്കും ജപിക്കാം. ഓം സൂര്യായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം, അതേപോലെ തന്നെ തുളസിയില, മഞ്ഞൾ കഷ്ണം എന്നിവ മക്കളുടെ കയ്യിൽ കൊടുത്തു വിടുന്നതും ഏറ്റവും ശുഭകരമാണ്. മക്കൾ തന്നെയാകണം എന്നില്ല. വീട്ടിലുള്ള ഏതൊരു വ്യക്തിക്കും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തിരിച്ച് വീട്ടിലേക്ക് കയറുന്നതായ അവസരത്തിൽ കൈയും കാലും മുഖവും കഴുകി ശിവ 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 എന്ന് 3 തവണ ഉരുവിട്ട് പ്രവേശിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ഇന്നേ ദിവസം അത്ര ശുഭകരമായ ദിവസമല്ല എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് പല രീതിയിലുള്ള അപകടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനനഷ്ടം, മാനഹാനി എന്നിവ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. പല രീതിയിലൂടെയും ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് ഇത്. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം ഇവർക്ക് തിരുവാതിര നക്ഷത്രക്കാരായ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളോ സഹോദരങ്ങളോ ഉണ്ട് എങ്കിൽ ഇന്നേ ദിവസം തീർച്ചയായും ഇവർക്ക്
ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം, തുളസിയില, മഞ്ഞൾ എന്നിവ കൊടുത്തുവിടുന്നതും അവർക്കായി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഓം സൂര്യായ നമഃ എന്ന് ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം തീർച്ചയായും വീടുകളിലേക്ക് മടങ്ങി വരുമ്പോൾ കൈയും കാലും മുഖവും കഴുകി ശിവ 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 എന്ന് 3 തവണ ഉരുവിട്ടതിന് ശേഷം വീടുകളിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ ഇത് സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുവാൻ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമല്ല എന്നതാണ് വാസ്തവം. പല രീതിയിലുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നതിനും അപകട സാധ്യത വർദ്ധിക്കുന്നതിനും കടബാധ്യതകൾ വന്നു ചേരുവാൻ കാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നതും അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കുക, പ്രതീക്ഷിക്കുന്നതായ ലാഭം കടന്നു വരാതിരിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. തൊഴിൽ നഷ്ടമാകുവാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനോ സാധിക്കാത്തതായ അവസ്ഥയും ഇന്നേ ദിവസം സംജാതമാകാം. മനസ്സിന് സമാധാനം ലഭിക്കണം എന്നില്ല. പല രീതിയിലുള്ള ടെൻഷനുകൾ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരത്തിലുള്ള ദുരിതങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. അതിനാൽ തീർച്ചയായും ഇവർ ഇന്നേ ദിവസം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും ഈ നക്ഷത്രക്കാരായ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ സഹോദരങ്ങളോ അത്തരത്തിലുള്ള വ്യക്തികളുണ്ട് എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം ഇവരുടെ കൈവശം ശിവക്ഷേത്രത്തിലെ ഭസ്മം കൊടുത്തു വിടുന്നതും തുളസിയില, മഞ്ഞൾ കഷ്ണം എന്നിവ കൊടുത്തു വിടുന്നതും ശുഭകരമാണ്. നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ സഹായകരമാകും. കൂടാതെ ഇന്നേ ദിവസം ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ മറ്റൊരു വ്യക്തി അമ്മയാണ് എങ്കിലും അമ്മ ദർശനം നടത്തുന്നതും അല്ലെങ്കിൽ ഭാര്യ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. തീർച്ചയായും അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമാണ്. കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും ഇവർ വീടുകളിലേക്ക് മടങ്ങി വരുന്നതായ അവസരത്തിൽ കൈയും കാലും മുഖവും കഴുകി ശിവ 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 എന്ന് 3 തവണ ഉരുവിട്ടതിന് ശേഷം വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ കൂടി ഇന്നേ ദിവസം ശ്രദ്ധിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവർക്കും പല രീതിയിലുള്ള ദുരിതപൂർണമായ അവസ്ഥകൾ ഗ്രഹണ കഴിയുന്നത് വരെ ഉണ്ടാകുന്നതാണ്. അതിനാൽ ഗ്രഹണ സമയം വളരെയധികം, അതായത് ഇന്ന് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഈ നക്ഷത്രക്കാരായ മക്കൾ മാത്രമല്ല, ഭർത്താവോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ആരുമായിക്കൊള്ളട്ടെ, ഇന്നേ ദിവസം വീടുകളിലുണ്ട് എങ്കിൽ ഇവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നത് അതീവ ശുഭകരമാണ്. ഏവരും മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.